പ്രിൻസ് ആൻഡ് ഫാമിലി ഇഷ്ടപ്പെട്ടോ ശരിക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. നമ്മൾ ആക്ച്വലി ഞാൻ പ്രതീക്ഷ പോലുള്ള ഒരു കഥയൊന്നും ആയിരുന്നില്ല കേട്ടോ. അല്ല, ഒട്ടുമല്ല. അതെ, ഞാൻ ഇറങ്ങിയ ദിവസങ്ങളിലൊന്നും അത് കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ യാത്രകളിലായിരുന്നു. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയി കണ്ടത്. നമ്മളൊരു റിവ്യൂ പറയാനൊന്നല്ല വന്നിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ചിത്രം നമ്മളുടെ ലൈഫായിട്ടൊക്കെ നമുക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, തീർച്ചയായും, ബിക്കോസ് വി ആർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അതെ, സോ തീർച്ചയായും നമുക്കത് ഒരുപാട് രീതിയിൽ അതുപോലെ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷെ വി ക്യാൻ റിലേറ്റ് ടു ഫ്യൂ തിങ്സ്. അതെ, അതിൽ കൊച്ചു കൊച്ചു കാര്യങ്ങള് ശരിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആ ഒരു പടം നമുക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് ആക്ച്വലി പടം ഇറങ്ങിയപ്പോൾ പോലെ കുറേ ആൾക്കാരോട് പറയുന്നുണ്ട്, സുജിത്തിൻ്റെ പേരിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ പേരിനകത്ത് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ച സംഭവം എന്താണെന്നറിയാമോ? പറഞ്ഞ ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചത്, എടാ എൻ്റെ പേര് പറയുന്നത് നല്ല രീതിയിലാണോ പറയുന്നത്, മോശമായിട്ടാണോ പറയുന്നത്? കാരണം അതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ടി വിക്കാർക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു വാർത്ത കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടിച്ച് പണ്ടാരോടക്കി കൊടുക്കുന്ന വാർത്തകളാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇൻഫ്ലുവൻസേഴ്സിനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെയൊക്കെ ഈ മെയിൻ സ്ട്രീം മീഡിയക്കാർ എന്തിനായിരിക്കും ഇൻസൾട്ട് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ മനസ്സിൽ കുശുമ്പ് കാരണമായിരിക്കും. അവർക്ക് ഫോളോവേഴ്സ് കൂടുതലുണ്ട്. ബിക്കോസ് സോഷ്യൽ മീഡിയ തിങ് ദാറ്റ് ഹസ് കം അപ്പ്. അത് നമ്മുടെ നാട്ടില് വളർന്നു വന്ന, നോട്ട് ഇൻ കേരള, പൊതുവെ വേൾഡില് മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറഞ്ഞ സാധനം വാസ് കമ്മിങ് ഓൺലി ത്രൂ TV ഒരിടയ്ക്ക്. ഇപ്പോഴല്ലേ അതെല്ലാം ഇപ്പോൾ സഹജമായിട്ട് യൂട്യൂബിലൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ലൈവൊക്കെ. പക്ഷെ കുറെ നാള് അത് അവർ ടിവിയിലോട്ട് സെറ്റായിട്ടിരുന്ന ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയ വളർന്നു വന്നപ്പോൾ ആൾക്കാർ TV കാണാതായിട്ടുണ്ട്. ഇതിനോട് എത്ര പേര് യോജിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു ഹിന്ദി യൂട്യൂബർ, എന്തായിരുന്നു പേര്, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബർ കുറച്ച് നാളെ മുമ്പ്, മറ്റേ കേരള സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു എന്റെ പേര്? രൺവീർ ആലുവാലിയ എന്തോ പറഞ്ഞിട്ട്. രൺവീർ അവനെ പറ്റി കൊല വിളിച്ച്, അതായത് അവന്റെ ഷോ പണ്ടേ അങ്ങനെ ആയിരുന്നു അല്ലേ, കുറച്ച് ഡബിൾ മീനിങ്സും കാര്യങ്ങളൊക്കെ പറയുന്ന ഷോ ആയിരുന്നു. അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു അവന്റെ. അത് ലേറ്റന്റ്. പക്ഷെ അവനായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അത് വേറെ രീതിയിൽ, നല്ല രീതിയിൽ അവൻ കൊണ്ടുപോകുന്ന ഒരു ചാനലായിരുന്നു. അവനെ കൊല വിളിച്ചു. എനിക്ക് നമ്മുടെ ധ്രുവറാട്ടിയെ പറ്റിയൊക്കെ ഒരു സാധനം കിട്ടാൻ നോക്കിയിരിക്കുകയായിരിക്കും അല്ലേ ആൾക്കാര്? തീർച്ചയായും അവനെ തകർക്കാനായിട്ട് അല്ലേ? ഞാൻ എപ്പോഴും ആലോചിക്കും, കഴിഞ്ഞ ദിവസം മറ്റേ പഹൽഗാം അറ്റാക്ക് വന്ന സമയത്ത് ഐ വാസ് ആക്ച്വലി എക്സ്പെക്ടിങ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ധ്രുവറാട്ടി. പക്ഷെ അവൻ ഇട്ട വീഡിയോ ശരിക്കും എന്നെപ്പോലെ അവനിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ തികച്ചും വിഭിന്നമായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അവൻ ബേസിക്കലി ഇട്ടത്. അത് ഇട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ കഥ അവിടെ തീർന്നേനെ. അവൻ അത് ബുദ്ധിപരമായിട്ട് കളിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഈ ടിവിയിലോട്ട് ആൾക്കാർ, ഐ ഡോണ്ട് നോ ഹൗ ഓൾ വിൽ എഗ്രി ടു ദിസ്, പക്ഷെ അതൊരു സത്യാവസ്ഥയാണ് ടു ആൻ എക്സ്റ്റെന്റ് ഞാൻ നോക്കുന്ന രീതിയിൽ. അതായത് എൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഒരിടയ്ക്ക് ടിക്ടോക്ക്, അതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഐ നെവർ വാച്ച് TV. അതെ. ഇപ്പൊ TV എന്ന് പറയുന്ന സംഭവം നമ്മൾ എത്ര പേര് TV കാണും? ഇപ്പൊ നമ്മുടെ വീട്ടിൽ TV ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കേബിൾ TV എന്ന കണക്ഷൻ ഞങ്ങൾക്കില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വി ആർ നോട്ട് ഹാവിംഗ് കേബിൾ TV കണക്ഷൻ. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ TV കാണുന്നത് ഋഷിയാണ്. യൂട്യൂബ് കിഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്റെ വീഡിയോസ്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. സോ ഈ TV എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇനി TV എന്ന് പറയരുത്. ഇനി വാർത്താ ചാനലുകളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ശരിക്കും സോഷ്യൽ മീഡിയയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഇറ്റ്സ് ടൈം ഫോർ സോഷ്യൽ മീഡിയ. അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വരാതെ വൈകി നിന്ന കുറച്ച് പ്രമുഖ TV ചാനലുകളാണ് ഇപ്പോൾ അതപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ, നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോകുന്നുണ്ട്, പക്ഷെ എന്നാലും കൺക്ലൂഡ് ചെയ്ത് ഞാൻ വരാം. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ കണ്ട് മുൻകൂട്ടി വന്ന റിപ്പോർട്ടറും 24 ന്യൂസും ഒക്കെ വളരെ ടോപ്പ് ലെവലിലേക്ക് ആക്ച്വലി മാറി ഇപ്പം വളരെ മികച്ച രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോപ്പുലറായിട്ട് നിൽക്കുകയാണ് അല്ലേ?
സോ അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ എല്ലാം. അതെ, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫീഡിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ടിവിയിലെ വാർത്തകളുമായിരിക്കും. തീർച്ചയായും ആൾക്കാരിപ്പോൾ കേബിൾ TV നിർത്തിയിട്ട് കൂടുതലും ആൾക്കാരിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് എളുപ്പത്തിന് ഈ സാധനം പൊക്കിയാൽ നമുക്ക് കാണാം എനിവേർ യൂട്യൂബ്. സോ ദാറ്റ് ഈസ് എ ബിഗ് തിങ് ഫോർ ദം. എനിവേർ യു ക്യാൻ വാച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു 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 സംഭവം ഇപ്പം വലിയ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ അടിസ്ഥാനമാക്കി ഇറങ്ങിയ ഒരു സിനിമ, അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബിൻഡോ സ്റ്റീഫൻ. ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം സിനിമ കണ്ടതിന് ശേഷം വിളിച്ച് സംസാരിച്ചിരുന്നു. ശരിക്കും ഫാസിൽ ബ്രോന് പുള്ളി മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കണക്ഷൻ കിട്ടിയത്. സോ ഞാൻ വിളിച്ച് സംസാരിച്ചു, പടം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഈ മൂവി തുടങ്ങുന്ന സമയത്ത് ശ്വേത ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അതിൻ്റെ ആ ഒരു തുടക്കത്തിൽ നീ ശ്രദ്ധിച്ചിരുന്നോ? ദിലീപിൻ്റെ ഒരു ഒരു മൊണ്ടാഷ് പോലെ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. ദിലീപിന്റെ പഴയ പടങ്ങളായിട്ടുള്ള ചാന്തുപൊട്ട്, പിന്നെ ഹിറ്റ് പടങ്ങളിലെ ദിലീപിന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം കൂടെ കാണിച്ചിട്ട് ഒരു സാഡ് മ്യൂസിക് വെച്ചിട്ടാണ് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു സാഡ് മ്യൂസിക്, ഒരു സെന്റിമെന്റൽ മ്യൂസിക് വെച്ചിട്ട് ദിലീപിന്റെ കുറച്ച് പഴയ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ദിലീപിന്റെ ഒരു അഭ്യർത്ഥന പോലെയാണ് ആ സിനിമ ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു അഭ്യർത്ഥന പോലെയാണ് ആ സിനിമ ആരംഭിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം ദിലീപിന്റെ പല കോൺട്രവേഴ്സീസ് ഉണ്ട്. ദിലീപിന്റെ ഒരു കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. അതിന്റെ അന്തിമ വിധി വരുന്നവരെ അയാൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. അന്തിമ വിധി വന്ന് കോടതി ശിക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അയാൾ ഒരു കുറ്റക്കാരനായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ആ ഒരു കോടതി കേസ് വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ദിലീപിന്റെ ഒരു ജനപ്രീതി സത്യം പറഞ്ഞാൽ കുറെ ഇടിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും ദിലീപിന്റെ ആ ഒരു ഇഷ്ടമല്ലായ്മ കാരണം ദിലീപിന്റെ പടങ്ങൾ കാണാതെ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് രാംലീല ഇറങ്ങിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത്, അല്ലേ? രാംലീല വാസ് റിയലി നൈസ് മൂവി. രാംലീല നല്ലതായിരുന്നു. അതേപോലെ തന്നെ വേറൊരു പടം കൂടി ഇറങ്ങിയല്ലോ അതിന്റെ ഇടയ്ക്ക്. കുറെ പടങ്ങളാണ്, ചില പടങ്ങൾ ഇറങ്ങി പൊട്ടി. ദിലീപ് സാധാരണ ദിലീപിന്റെ ഒരു വേ ഓഫ് റോൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കുറച്ച് റെഗുലർ പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേണിൽ നിന്നും വിട്ടുപിടിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി ഫീൽ ചെയ്തത്. അത്യാവശ്യം ഏജ് ആയി ഇപ്പൊ ദിലീപിന്. ആ ഒരു ഏജ് അദ്ദേഹത്തിന്റെ ഒരു മേക്കപ്പ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും എടുത്ത് കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ സിനിമയുടെ കഥയും അതേപോലെയാണ്. അതായത് മൂത്ത് പെണ്ണ് കെട്ടാതെ നിൽക്കുന്ന കുടുംബത്തിലെ ഒരു ചേട്ടൻ ആയിട്ടാണ്. അതായത് ആ ചേട്ടന്റെ മേലാണ് ആ വീടിന്റെ മൊത്തം ബാധ്യത. മൂവി വാസ് റിയലി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ മൂവി തുടങ്ങി ദിലീപിന്റെ കുറച്ച് പശ്ചാത്തല കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ദിലീപ് അവസാനം ഒരു പെണ്ണ് കിട്ടുന്നു. ആ പെണ്ണ് കിട്ടുന്നത് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സ്ത്രീ, അല്ലേ? എന്തായിരുന്നു അവരുടെ പേര്? റാണയാണോ? ഓക്കെ, ഐ തിങ്ക് ഷീസ് എ ന്യൂ ആക്ട്രസ്. ആ ഒരു റോള് പുള്ളിക്കാരി തകർത്തു നല്ലപോലെ. വെരി ഗുഡ് ജോബ്. എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഫീമെയിൽ വേർഷൻ ഓഫ് സഞ്ജു ടെക്കി ആയിട്ടാ ഫീൽ ചെയ്തത്. ഇല്ലേ? ഒരു ഫീമെയിൽ വേർഷൻ ഓഫ് സഞ്ജു ടെക്കി. പുള്ളിക്കാരി നല്ലപോലെ അഭിനയിച്ചു, അഭിനയിച്ചു. അങ്ങനെ അത്ര ഓവറായിട്ടൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ടോ ശരിക്കും? പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഐ ഡോണ്ട് നോ. ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. എന്താ പറയാ, സ്വന്തം കല്യാണമൊക്കെ നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഒന്നും വ്ളോഗ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഫസ്റ്റ് നൈറ്റ് വീഡിയോ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും എന്താ പറയാ, ഈ ഫെയിം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിനും ഈ ഫെയിമിന്റെ പുറകെ പോയിട്ട്, ഫെയിമിനും പണത്തിനും പുറകെ മാത്രം പോയിട്ട് എന്താ പറയുക, പാഠം പഠിച്ച് അനുഭവിച്ച് കർമ്മത്തിലൂടെ റിസൾട്ട് കിട്ടിയ ഒരു സ്ത്രീ, അതിൽ നിന്ന് കാര്യം പഠിച്ചൊരു സ്ത്രീ, അതല്ലേ? അങ്ങനല്ലേ തോന്നിയത്? നമ്മള് കഥ മൊത്തം പറയണ്ട, എന്നാലും പക്ഷെ ഇതൊരു ശരിയാ, കഥ പറയാൻ നമുക്ക് എളുപ്പമായിരുന്നു അല്ലേ? പക്ഷെ എന്നാലും ഇറ്റ്സ് എ നൈസ് മൂവി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് വലിയൊരു പാഠമായിരിക്കും ഈ ഒരു മൂവി. തീർച്ചയായും അങ്ങനെ കാണണം. കുറെ ആൾ നീലക്കുയിലിനെയൊക്കെ കൊട്ടിയിട്ടുണ്ട്, വളരെ നന്നായിട്ട് കുറെ പേരെ കൊട്ടിയിട്ടുണ്ട്. അതായത് ബേസിക്കലി ഒരു ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് ഇറങ്ങിയാൽ മാത്രം നീ ഒന്നും ആവില്ല, നീക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഒരു ന്യൂസ് കൊടുക്കുമ്പോ അത് വ്യക്തമായ ന്യൂസ് ആണോ എന്ന് അറിഞ്ഞിട്ട് കൊടുക്കണോന്ന് പറഞ്ഞ് ഇപ്പൊ ന്യൂസ് ചാനൽസിനും കൊട്ടിയിട്ടുണ്ട്, ഓൺലൈൻ മീഡിയാസിന് കൊട്ടിയിട്ടുണ്ട്, യൂട്യൂബേഴ്സിനെ മാത്രമല്ല യൂട്യൂബേഴ്സിനെ കൊട്ടിയിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ കൊട്ടിയിട്ടുണ്ട്, ഓൺലൈൻ മീഡിയാസിനെ കൊട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണും
കുറേ വാർത്തകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടതാണ്. ഐശ്വര്യ റായ് ഡിവോഴ്സ് ആവാൻ പോവാണ്, വേറെ കെട്ടാൻ പോവാണ്. ഇതിങ്ങനെ കുറേ വ്യാജ ഗോസിപ്സ് ഒക്കെ ചെയ്യുന്ന ചാനലുകൾ അതാ പറയുന്നത്. ഇല്ല, അവർ സന്തോഷത്തിൽ ആൾക്കാരെ കാണും. അതിപ്പോ സ്വാഭാവികവും. ഞാൻ തന്നെ ന്യൂസ് കേട്ടപ്പോ എന്ന് ഞാൻ കണ്ടപ്പോ ഐ വാസ് ലൈക്ക് വാട്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടുപോയി. സ്വാഭാവികമായിട്ടും വ്യൂ കൂടി. ദാറ്റ് ഇസ് ദ മെയിൻ ഉദ്ദേശം അതിന്റെ. അതെ, വ്യാജ വാർത്തയല്ലേ അത്. സത്യം കേട്ടോ. ശരിക്കും പറഞ്ഞാല് നെഗറ്റീവ് തംബ്നെയിലിന് വേണ്ടി ഒരു സ്ത്രീയുടെ ജീവിതം കൊളവാക്കുന്ന ഒരു ഇൻഫ്ലുവൻസറെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വീണ്ടും നമ്മൾ സിനിമ പറയരുത്, കഥ പറയുന്നില്ല. അല്ല, നെഗറ്റീവ് തംബ്നെയിലിന് വേണ്ടി, നെഗറ്റീവ് കാര്യത്തിന് വേണ്ടി പർപ്പസ്ഫുള്ളി നെഗറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഫോർ ഇൻക്രീസിങ് യുവർ റെപ്യൂട്ടേഷൻ, ഡീഗ്രേഡിങ് ഇൻ അതർ പേഴ്സൺ ഇസ് നോട്ട് ഗുഡ്. അതാണ് ആ പടത്തിൽ ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. അവളുടെ ഫെയിമിന് വേണ്ടിയിട്ട് അവള് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ കട മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് they did a negative review which backfired her later. അതാണ് സംഭവം. ഈ സിനിമ കണ്ടവർക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണാത്തവർ കാണുക. പിന്നെ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ഉർവശി അവസാനം വന്നിട്ടൊരു ഡയലോഗ് ഉണ്ട്. ഉർവശി ഒരു കുറച്ച് സെക്കൻഡ്, ഒരു മിനിറ്റ് എന്തോ ഉള്ളൂ. അല്ലേ, ചെറിയൊരു ഒറ്റ സീനേ ഉള്ളൂ. ആ ഒറ്റ സീൻ ഒരു 5 മിനിറ്റ് ഉണ്ട്. ആ സീൻ ഉർവശി അടിപൊളിയായിട്ട് തകർത്തു എന്ന് ഞാൻ പറയത്തുള്ളൂ. അതെ, അത് പൊളിച്ച് നല്ലൊരു സീനായിരുന്നു. ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. പുള്ളിക്കാരി പറഞ്ഞത് ഫാക്ട് ആണ്. നീ ആരാടാ ചോദിക്കാൻ? അല്ലേ, ഇപ്പൊ ഞാൻ ആലോചിച്ചത്, അവൻ പറയത്തില്ലേ അതെന്റെ റൈറ്റ് ആണ്, എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു പോയത് മറ്റവന്റെ കാര്യമാണ്. നമ്മുടെ സസ്പെക്ട്, ഞങ്ങൾ ഒരാളെ സസ്പെക്ട് ഈസ് അണ്ടർ അവർ സർവൈലൻസ് അല്ലേ? അപ്പൊ ആ കാര്യമാണ് എന്റെ റൈറ്റ് ആണ്. നിന്റെ റൈറ്റ് ഇല്ലടാ. നീ പറയടാ, നമ്മളെ പറ്റി പറ. നിന്റെ റൈറ്റ്സ് നീ എത്ര ദിവസം കൂടെ പറയും? പറ നീ, അല്ലേ? മെയിൽ അയക്കേ. ഇത് നമ്മുടെ പടത്തിന്റെ സംവിധായകന് മെയിൽ അയക്കണേ. ആയിക്കോട്ടെ. നീ ബിന്ദു സ്റ്റീഫൻ, ദിലീപിനൊക്കെ, ബിന്ദു പണിക്കർക്കൊക്കെ നീ മെയിൽ അയക്കണേ. തീർച്ചയായും എല്ലാവർക്കും മെയിൽ അയക്കണേ. സിനിമ വിട്ടിട്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമുക്ക് റിയൽ ലൈഫിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മൾ ധാരാളം എക്സാമ്പിൾസ് നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും അഹങ്കാരം കാരണം അഹങ്കാരം കൂടി സീറോയിലേക്ക് പോയ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല. അഹങ്കാരം കൂടി, അതായത് നമുക്കെപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഈ അപ്സ് ഉണ്ടാകുമ്പോഴത്തേക്കിനും, ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്കിനും, ആ ഗ്രോത്തിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺഫോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അത് ആഘാതമേറിയതായിരിക്കും. അത് വളരെ ആഘാതമേറിയ ഡൗൺഫോൾ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പതുക്കെയൊക്കെ വീഴുള്ളൂ, വലിയ വേദന ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷെ തെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ധാർമ്മികത കാണിച്ചുള്ള തെറ്റ് ചെയ്യലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് എനിക്കറിയാം, ലൈക്ക് പല ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ അൺനെസസറി ഇഷ്യൂസ് ആക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് പറയാത്തതാണ്. ഞാനാണ് ഇന്ത്യയിലെ നമ്പർ 1 വ്ളോഗർ, എനിക്കാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്ളോഗർ എന്നൊക്കെ പറഞ്ഞ് നടന്ന പല ആൾക്കാരും ഡ്രാസ്റ്റിക്കലി ഒരു വലിയൊരു ഡൗൺഫോളിലേക്ക് പോയ ആൾക്കാരുണ്ട്. തീർച്ചയായും ഉണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. കണ്ടന്റിന് വേണ്ടി ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് പണി കിട്ടിയ ആൾക്കാരുണ്ട്. നമ്മളന്ന് ആ MG വിഷയത്തിൽ ഓർമ്മയില്ല, MG ഹെക്ടറിന്റെ വിഷയത്തിൽ നമ്മൾ അതിനകത്ത് നമുക്കൊരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയ വണ്ടിയിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലൈന്റ് നമ്മൾ തുറന്ന് കാണിച്ചപ്പോഴത്തേക്കിനും എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്, ഇൻക്ലൂഡിങ് മീഡിയ, അല്ലേ? ടാർഗറ്റ് ദേ ട്രൈ ടു ഡിഫെയിം മീ, അല്ലേ? എന്നിട്ട് ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എത്ര MG ഗ്ലോസ്റ്റർ റോഡിലുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ളൂ, വേറെ ഒന്നും ചോദിക്കാനില്ല. ഞാനൊരാൾ മാത്രമാണോ ആ വണ്ടിയെ മോശം പറഞ്ഞത്? ആണോ? അല്ല. ഇപ്പോൾ ഓട്ടോമൊബൈൽ ജേർണലിസം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഒരു വണ്ടിയും നെഗറ്റീവ് പറയില്ല, അതിൻ്റെ ഉള്ള കാര്യം പറയില്ല, കാരണം അവരുടെ അന്നമാണത്. പക്ഷേ അന്ന് നമുക്ക് ആ വണ്ടി കിട്ടി, നമ്മൾ ആ വണ്ടിയുടെ കംപ്ലൈൻറ്റ് നമ്മൾ അവരോട് പറഞ്ഞു, അവരത് റെക്ടിഫൈ ചെയ്ത് അവരതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തന്നില്ല. അവരുടെ ഫോളോ അപ്പും മോശമായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പിടിവാശി, അല്ലേ? ആ ഈഗോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ ഈഗോ ഹേർട്ടായി.
അപ്പോൾ അവസാനം ഫൈനലി ഞാൻ ട്രാപ്ഡായി, കൂടെയുള്ള ആള് രക്ഷപ്പെട്ടു. ഇറ്റ്സ് ഓക്കെ. കൂടെയുള്ള ആള് രക്ഷപ്പെട്ടു, ഞാൻ ഫൈനലി ട്രാപ്ഡായി, ഞാൻ മോശക്കാരനായി, അവൻ പുണ്യാളനുമായി. അപ്പോൾ അങ്ങനെയൊക്കെ അതിനകത്ത് സംഭവിച്ചു. സോ അതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കാവുന്ന കുറച്ച് ഇഷ്യൂസ് ആണ്. യെസ്, സി അത് സംഭവിച്ചു, നമുക്ക് നഷ്ടമായിട്ടില്ല, നമുക്ക് നല്ലതേ ആയിട്ടുള്ളൂ, അത്രേ വിചാരിക്കുക. സി ഇപ്പൊ ഈ കമന്റ് ഇടുന്നവനാണെങ്കിലും എനിക്ക് അവനോട് പറയാനുള്ളത്, ഐ എം ഫീലിംഗ് പിറ്റി ഫോർ യു. യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, യു ആർ ജസ്റ്റ് ട്രൈങ് ടു ഡിഫെയിം മീ, ബട്ട് നത്തിങ് ഇസ് ഹാപ്പനിങ് ടു മീ. എനിക്ക് അതിലോട്ട് മുകളിലോട്ട് പോകാനേ പറ്റിയിട്ടുള്ളൂ. ഹി ഈസ് ബിക്കമിങ് എ ലൂസർ ദർ ബൈ പുട്ടിങ് ദിസ്. അതാ ഞാൻ പറഞ്ഞത്, ഹി ഈസ് ഓൾറെഡി എ ലൂസർ, ഈസ് ബിക്കമിങ് എ ലൂസർ അല്ലേ. ഹീ ഈസ് നോട്ട് ഹേർട്ടിങ് മീ. അവൻ പറഞ്ഞ വാക്കുകൾ ഇറ്റ്സ് നോട്ട് എറ്റ് ഓൾ ഹേർട്ടിങ് മീ. ബിക്കോസ് എനിക്കത് ആദ്യമൊക്കെ എനിക്ക് സങ്കടമായിരുന്നു, പിന്നെ എനിക്കിപ്പോൾ പുല്ലാണ്. ഐ എം ഫീലിംഗ് ഹേർട്ട് ഫോർ ഹിം. ഹീ ഈസ് എ പിറ്റി മെഡിക്കൽ എമർജൻസി എന്താ പറയുക, മെഡിക്കൽ എമർജൻസി ഉള്ള ഒരാളാണ്. ദാറ്റ് ഈസ് ഓൾ ഐ കൻ സേ. സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മല്ലു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല നമ്മളെനിക്ക് ആരെങ്കിലും പേരിടുന്നത് ബിക്കോസ് ഇറ്റ്സ് നോ യൂസ്. അതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. എവറിബഡി ഹാസ് എ ഡൗൺഫോൾ. പണ്ടത്തെ ആൾക്കാർ പറയത്തില്ലേ, ഒരു വീഴ്ച വീണാലേ അടുത്ത ഉയരത്തിൽ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ എന്ന്. അത്രയും വിചാരിക്കുക. ദിസ് ഇസ് ഓൾ കല്ലി വല്ലി. അതെ, എന്തായാലും ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന സംഭവത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ധാരാളമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പല സിനിമകളിലേക്ക് അഭിനയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഫേമസ് ആയിട്ട് വന്ന പല ആളുകളും പുതിയ പുതിയ സിനിമകളിലേക്ക് ചെറുതും വലുതുമായ റോളുകളിലേക്ക് വന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമയിലേക്ക് കയറുന്നുണ്ട് ആൾക്കാർ. അതും വലിയൊരു ഒരു എൻട്രി പോയിന്റ് ആണ്. ഇപ്പോൾ സിനിമയിലൊക്കെ ചാൻസ് ചോദിച്ചു നടക്കുന്ന എത്ര ആളുകളുണ്ടല്ലേ അല്ലേ? തീർച്ചയായും. അത് ചിരിച്ചത് എനിക്ക് മനസ്സിലായി. ഓക്കെ, അതോണ്ടിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഫെയിമുള്ള ആളുകളും കൂടെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഈ സിനിമാക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയിലുള്ള ആളുകൾക്ക് ഒരു അസൂയ ഉണ്ടാവില്ലേ സോഷ്യൽ മീഡിയയിലെ ആളുകളോട്? ഐ ഡോണ്ട് തിങ്ക് സോ. ഇൻ എ വേ യു ആർ ഹെൽപ്പിംഗ് ദം ടു എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഗെറ്റ് ഇൻടു ദ മൂവി. അല്ല, അവിടെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. ആവശ്യത്തിലധികം നടന്മാരുണ്ട്, ആവശ്യത്തിലധികം പുതിയ ആൾക്കാർ വരുന്നു. ഞാൻ നോക്കുമ്പോൾ വാട്ട് ഐ ഫീൽ, ഇഫ് ഐ എം ആൻ ആക്ട്രസ് ഇൻ എ മൂവി, ഐ എം ഓൾറെഡി റെപ്യൂട്ടഡ്, ഞാനുണ്ട് എന്ന് വിചാരിക്കുക. So what I will think is, in a way a social media influencer comes, it is promoted on its own by without telling. Okay. ആരും പറയാതെ തന്നെ. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഷാമോൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അവന്റെ റീൽസ് അവൻ അഭിനയിക്കുന്നുണ്ട്. അവൻ അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിന് ഇവിടെ പോകും, അവിടെ പോകും. അവൻ ഹീസ് ഡൂയിങ് ഹിസ് വ്ലോഗ് ഓൾസോ. അപ്പൊ അവിടെ ഒരു പടം അങ്ങനെ ക്രിയേറ്റ്, എത്ര അടിപൊളിയായിട്ടല്ലേ സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്നത്. അതെ, നല്ല പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ നല്ലപോലെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയാണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നത്, സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്നത് കറക്റ്റ് രീതിയിൽ. പിന്നെ വേറെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ, സൈനാത്തേം പിന്നെ സാഫ് ബോയ് ഇല്ലേ, അവര് സിനിമയിൽ കയറി 1-2 പടത്തിൽ അഭിനയിച്ചു. അതാ ഞാൻ പറഞ്ഞേ, ഇൻ എ വേ വെൻ ദീസ് പീപ്പിൾ ആർ വ്ളോഗിങ്, ആ ഫിലിം അങ്ങ് പ്രൊമോട്ട് ആവുമല്ലേ ചെയ്യുന്നേ. സഞ്ജു ടെക്കി സിനിമയിൽ അഭിനയിച്ചു. ഞാൻ രണ്ട് ചെറിയ സിനിമയിൽ ഒരു ചെറിയൊരു, പിന്നെ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ, ഒരു ചെറിയൊരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു ചെറിയ 2 സീൻ ഉണ്ടായിരുന്നു, ഡയലോഗ് ഉണ്ടായിരുന്നു. ഉടനെ വരും പറയാം അല്ലേ. അതാ ഞാൻ നേരത്തെ ചിരിച്ചത് ഗൈസ്, എനിക്ക് ചിരി വന്നത്. സി ബട്ട് യു ഡിഡ്ന്റ് ടേക്ക് എ വ്ളോഗ് ഓർ എനിത്തിങ്. പക്ഷെ ഇൻ എ വേ ഇപ്പൊ ഷാമോന്റെ കാര്യത്തിലൊക്കെ ഞാൻ പറയാൻ കാരണം അതാണ്, ഇൻ എ വേ ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രൊമോട്ടഡ് ഫ്രം ദ ബിഗിനിങ്. മനസ്സിലായോ? ഈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കകത്ത് എന്തായിരിക്കും ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവരുന്നത്? ഐ ഡോണ്ട് നോ, probably they didn't want to insult that person or അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അതിനകത്ത് പറഞ്ഞിട്ടില്ല. അത് നാച്ചുറലി ആണ്. ഫാമിലി എന്താ ഫാമിലി ഞാൻ അല്ലല്ല എന്താ ആർമി, സുജിത് ബ്രോ ആർമി, ഇത് ബ്രോ ആർമി, അങ്ങനെ കുറെ ആർമിയൊക്കെ. അപ്പൊ അതൊക്കെ കാണിക്കുന്നില്ലേ. സോ ഒരാള് മൂപ്പിക്കുമ്പോഴാണ് the way they have showed in the movies,
ആ 2 ആർമിക്കാര് അവളെ മൂപ്പിക്കുമ്പോഴാണ് അവളാ അതെ അതെ മറ്റവള് ട്രെൻഡിങ്ങിൽ വന്നു, നീ ട്രെൻഡിങ്ങിന് താഴെ പോയി, ഞാൻ ട്രെൻഡിങ്ങിന് താഴെ പോയോ, എനിക്ക് മേളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ലിസ്റ്റിൽ എന്താ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും പടം ഇല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലിന്റെ ഇതായിരിക്കും ട്രെൻഡിങ്ങിൽ കിടക്കുന്നത്. ബിക്കോസ് പീപ്പിൾ ആർ വാച്ചിങ് ദാറ്റ് ഓൾസോ, നോട്ട് ഓൺലി അവർ വീഡിയോ. സോ ട്രെൻഡിങ്ങിൽ ആർക്ക് വേണമെങ്കിലും വരാം. അത് ഇന്ന് നമ്മൾ വന്നാൽ നാളെ വേറെ ആരെങ്കിലും വരും. അതങ്ങനെയാണ്. പക്ഷെ ദ വേ ദ അതേഴ്സ് ആർ പ്രൊവോക്കിംഗ്, അതൊക്കെ ഞാൻ പറഞ്ഞത്. ഒരാള് നമ്മുടെ പിന്നിലിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം. ഒരു ഡിഫെയിം ദാറ്റ് ഈസ് ഓൾസോ ഹാപ്പനിങ് ബിറ്റ്വീൻ. ഇപ്പോൾ 2 ആൾ വഴക്കുണ്ടാവുക, ഞാനും ചേട്ടനും തമ്മിൽ വഴക്കുണ്ടാവുക. എൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വന്നിട്ട് നിങ്ങളോട് വഴക്കുണ്ടാക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഞങ്ങളോട് വഴക്കുണ്ടാക്കും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. പക്ഷെ എനിക്ക് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനോടും ഡയറക്ടറിനോടും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഈസി ആയിട്ട് മനസ്സിലാകാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിനെ മോക്ക് ചെയ്ത് അതിനകത്ത് കാണിച്ച് ചെയ്യാമായിരുന്നു. But they didn't do that. പർപ്പസ്ഫുള്ളി അവരത് ചെയ്തില്ല. കാരണം ഒരാളെ ലൈഫ് കുളമാക്കണ്ടല്ലോ, ഒരാളെ നെഗറ്റീവ് കേൾപ്പിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ആരെയും ഒരു മോക്ക് ചെയ്തിട്ട് ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്ക് ആ സിനിമ കണ്ടിട്ട് അത്രയും എന്താ പറയുക ഓവറായിട്ട് യൂട്യൂബിൽ ചെയ്യുന്ന ഒരു വ്ളോഗർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് കാണിച്ചിരിക്കുന്നത്. ഒരു യൂട്യൂബറിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഫാമിലി വ്ളോഗേഴ്സിനുള്ളൊരു കൊട്ടാണ് ബേസിക്കലി ഫാമിലി വ്ളോഗേഴ്സ്. ശരിക്കും ആ ഫാമിലി വ്ളോഗ്സിന് എപ്പോഴും ഒരു പ്രിയമാണല്ലോ, എപ്പോഴാണെങ്കിലും അല്ലേ. ലൈക്ക് ആളുകൾക്ക് ഇപ്പൊ മറ്റുള്ളവരുടെ ഫാമിലിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് ധാരാളം ആൾക്കാരുണ്ട്, ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുന്നവരുണ്ട്, ഫാമിലിന്ന് വീട്ടിൽ മാത്രം വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അല്ലേ. പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാമിലി വ്ളോഗേഴ്സ്. അപ്പോൾ ഫാമിലി വ്ളോഗേഴ്സിന്റെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി വ്ളോഗേഴ്സിന് ഭയങ്കര ഡിമാൻഡുമാണ്. അതിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരിക എന്ന് പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ആളുകളുടെ ശ്രദ്ധയിൽ ലൈം ലൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ എന്നൊക്കെയാണ് പലരുടെയും വിചാരം. അപ്പോൾ അത്തരത്തിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ട പല വിവാദങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ആണ് പലരും വ്യാഖ്യാനിക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അല്ലേ. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് എൻ്റർലി സെഗ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ കൊട്ടിയാണ് ഇങ്ങനെ ഒരു പടം ശരിക്കും ചെയ്തിരിക്കുന്നത്. ഫാമിലി വ്ളോഗേഴ്സിനെ കൊട്ടുന്നതിനോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയാസിനെ അതേപോലെ ആക്ച്വലി മൊത്തത്തിൽ സോഷ്യൽ മീഡിയനെ മൊത്തം സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്ന എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു കൊട്ടാണ് ആ പടം. ബട്ട് ടു ആൻ എക്സ്റ്റെൻഡ് അതിൽ കുറേയൊക്കെ സത്യവുമാണ്. പീപ്പിൾ ആർ ഡൂയിങ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ടല്ലേ ദേ ആർ ട്രൈങ് ടു പോർട്രേ ഇറ്റ് ഇൻ എ മൂവി. അതെ ശരിക്കും ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്ത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഒന്നും നമ്മൾ കാണിക്കുന്നില്ലല്ലോ. സംതിങ് വിച്ച് ഈസ് പ്രൈവറ്റ് ഫോർ അസ്. നമ്മുടെ പല യാത്രകളും നമ്മളുടെ പല ഇൻസിഡൻറ്റുകളും അതിനകത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഞങ്ങളെല്ലാം ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. പലതും പ്രൈവറ്റ്. നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. ആ ലിമിറ്റ് ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. ഒരു ലിമിറ്റ് പോലും വെക്കാതെ പല സംഭവങ്ങളും, വീട്ടിലെ വഴക്കുകൾ പോലും വീഡിയോസ് ആക്കിയിടുന്ന ആൾക്കാർ, അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ആൾക്കാർ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ടി വിയിലൊക്കെയാണ് വാർത്ത വരുന്നത്, പ്രസ്നേഷിൻ്റെ വീട്ടിൽ വഴക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞു. നീ കണ്ടില്ലേ, ഞാൻ മനോരമയ്ക്കകത്ത് ഏഷ്യാനെറ്റിനകത്ത് റിപ്പോർട്ടറിനകത്തൊക്കെ പ്രസ്നേഷിൻ്റെ വീട്ടിൽ വഴക്കുണ്ടായി, അനിയത്തി കേസ് കൊടുത്തു പറഞ്ഞുകൊണ്ട്. കം ഓൺ മാൻ, അത്രയ്ക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ ഇവർക്കും വേണേ. അതൊക്കെ വാർത്തകളാണ്, ന്യൂസ് വാല്യൂ ഉള്ള സംഭവങ്ങളാണ്. അത് നമ്മൾ ഈ പണ്ടൊക്കെ എന്താ പറയാ പറയത്തില്ലേ, ഇന്ന നടനും ഇന്ന നടിയും തമ്മിൽ ഡൈവേഴ്സായി എന്നൊക്കെ പറഞ്ഞ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഐശ്വര്യ റായ് ബച്ചനും അഭിഷേക് ബച്ചനും തമ്മിൽ ആര് പറഞ്ഞു? ദാറ്റ് ഈസ് വാട്ട് യു തിങ്ക്. But there are still channels who do videos like that and put it on YouTube and gain revenue. മിനിമം കുറച്ച് പീഡനം, പിന്നെ അസോൾട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമല്ലേ.
എന്തെങ്കിലുമൊക്കെ വേണമല്ലേ? പിന്നെ അയ്യോ കൊള്ളാം. ഇതിപ്പോ അതാണ് സംഭവം. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഇട്ട നമ്മള് വി ആർ ഫൈറ്റിംഗ് ബാക്ക് എന്ന് പറഞ്ഞ് നമ്മളിട്ട ആ ഒരു വീഡിയോ ഇല്ലേ, ദാറ്റ് ക്രോസ് ഓൾമോസ്റ്റ് 3 lakhs. 3 ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടു. ആ ഒരു സംഭവം നമ്മൾ പറഞ്ഞ കാര്യം ഇല്ലേ? നേരെ മറിച്ച് ഇപ്പോ എന്താ പറയാ, അബുദാബിയിൽ എന്നെ ലുലുവിന്റെ അവിടെ പോയിട്ട് ഞാനൊരു ഭയങ്കര ഗംഭീര പരിപാടിക്ക് അവരെന്നെ ഗസ്റ്റായിട്ട് വിളിച്ച് ഞാനവിടെ പോയി വന്ന സംഭവങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ലൈക്ക് ദാറ്റ് ഡിഡ്ന്റ് ഈവൻ റീച്ച് 1 lakh. അല്ലേ? ഞാൻ പറഞ്ഞേ, അതായത് പോസിറ്റീവ് സംഭവങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു രീതിയാണ്. there are a lot of things people ഇപ്പോ ആരെന്തിട്ടാലും ബ്ലൈൻഡ്ലി ബിലീവ്. അതെ, ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കരമായിട്ട് ആൾക്കാരുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ എന്നോടൊരു കാര്യം ആണോ ആണ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞ ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് യു സേ, ദെൻ ഇറ്റ് വിൽ ബി കറക്റ്റ്. നിങ്ങൾ പറഞ്ഞതാണ് ശരി. അത് ഒരിക്കലും പാടില്ല, നമ്മുടെ നല്ലതിന് വേണ്ടിയും അല്ല. ബട്ട് you are like that at a perfect timing and you had formed a lot of problems. Adinipo you can understand who you have to believe, who you have to not believe, alle ille seriyanu ormayundo. That is what, when you fall into trouble with blind belief, it is not good. അന്നേരം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. അതെ, അന്നേരം പഠിക്കത്തുള്ളൂ. ഒരു പ്രാവശ്യം വീഴണം, എന്നാലേ ആ വീഴ്ചയെന്ന് നമ്മൾ പഠിക്കുകയുള്ളൂ. അതെ, ആ ഒരു വീഴ്ച പല യൂട്യൂബേഴ്സിന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീഴ്ചയ്ക്ക് ശേഷം അവരൊക്കെ നന്നായി കയറി വന്നിട്ടുമുണ്ട്. അത്രേ ഉള്ളൂ ഇല്ലേ? അത്രേ ഉള്ളൂ. അതൊരു പാഠമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പടത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഴ്ചയിൽ നിന്നും കര കയറി വരുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും, ഇല്ലേ? ചിലപ്പോ ഈ പറഞ്ഞ പോലെ ദിലീപ് ചിലപ്പോൾ പുതിയതായിട്ടൊരു ചാനലൊക്കെ തുടങ്ങാം. സെപ്പറേറ്റ് ചാനൽ, ദിലീപിന്റെ ഒരു ചാനൽ, ദിലീപിന്റെ അനിയന്റെ വേറെ ചാനൽ, മറ്റേ ഇളയ അനിയന്റെ വേറെ ചാനൽ, എന്നിട്ട് ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നു. അമ്മയ്ക്ക് വേറെ ചാനൽ, അച്ഛന് സിദ്ദിഖിന് വേറെ ചാനൽ, എന്നിട്ട് ഇവരെല്ലാരും നമ്മൾ അടി ഉണ്ടാക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അടി ഉണ്ടാക്കാന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്യുന്നു, അടി ഉണ്ടാക്കുന്നു. ഇല്ലേ? അയ്യോ, ശരിക്കും ഇതിനകത്തൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് പലതും. എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും എഴുതാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മറ്റേ നമ്മുടെ പടം ഉണ്ടല്ലോ, മോഹൻലാലിന്റെ മറ്റേ രണ്ട് മൂന്ന് പടം ഇറങ്ങിയില്ലേ? തുടരും അല്ല, അതിന് മുമ്പ് ഇറങ്ങിയത് അല്ലല്ല, മോഹൻലാല് ഒരു പാറപ്പള്ളിയിലെ ധ്യാനത്തിന് പോയ അവിടെ ദൃശ്യത്തിൽ പറയും. സോറി, എനിക്ക് ചില സമയത്ത് ഈ പേര് കിട്ടത്തില്ല കേട്ടോ. ഈ ദൃശ്യത്തിൽ പറയുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു എന്താ പറയുക, അവിചാരിതമായ ഗസ്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവിചാരിതമായ ഗസ്റ്റാണ് മറ്റേ തോമസ് ജോർജ് 8082 അല്ലേ? തോമസ് ജോർജ് 8082. താങ്ക് യു തോമസ്. നിങ്ങളെ കൊണ്ട് വീഡിയോ ഇട്ടിട്ട് 3 ലക്ഷം പേര് വീഡിയോ കണ്ടു. തീർച്ചയായും അങ്ങനെ കരുതരുത്. നിന്നെ ഞങ്ങൾ അടപടലം പൂട്ടിയിരിക്കും. whoever you are, നിന്നെ ഞങ്ങൾ അടപടലം പൂട്ടിയിരിക്കും. നീ ലോകത്തേത് കോണിലാണെന്നുണ്ടെങ്കിലും നീ ഏതെങ്കിലും ഒരു കാലത്ത് നീ ഇന്ത്യയിലേക്ക് വരുമല്ലോ, കേരളത്തിലേക്ക് വരുമല്ലോ, അന്നേരം നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും. അല്ലേ? പറയുന്നത് സുജിത്ത് ഭക്തനും ശ്വേതാ ഭക്തനുമാണ്. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഏത് കാലത്താണെങ്കിലും നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും. അല്ലേ? അത് നീ നോക്കി വെച്ചോ. നിന്നെ അട്ടപടലം നാറ്റിച്ചിരിക്കും. നിനക്കെതിരെയുള്ള തെളിവ് 100% കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ആട്ടപടലം നാറ്റിച്ചിരിക്കും. നിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്തു വെച്ചിട്ടുണ്ട്. നീ കേൾക്കാനും കൂടെ വേണ്ടിയ വീഡിയോ നീ ആണെന്ന് എനിക്കറിയാം. നിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്തു വെച്ചിട്ടുണ്ട്. നിന്റെ എല്ലാ സംഭവങ്ങളും, നിന്റെ ഫാമിലി, നിന്റെ കൂട്ടുകാര്, മറ്റത് മറിച്ചത്. ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങും. ഇത്രയും നാൾ വെറുതെ വിട്ടു, പക്ഷേ ഇനി വെറുതെ വിടാൻ താല്പര്യമില്ല. എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി ക്രൂവിന് എല്ലാവിധ ആശംസകളും. പടം വാസ് അടിപൊളി പടം. ഞങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമാണ്. അതൊരു ഗുഡ് സോഷ്യൽ മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ വുഡ് റിയലി സേ യു ദർ ഈസ് എ ഗുഡ് സോഷ്യൽ മെസ്സേജ് ഇൻ ദാറ്റ്. അതെ, ഇതൊരു റിവ്യൂ സംഭവങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഞങ്ങൾ വെറുതെ ആ പടം കണ്ടപ്പോൾ ഞാൻ ഇതൊരു സിനിമ റിവ്യൂ ഒന്നും പറയുന്ന ആളല്ല. ഇത് റിവ്യൂ അല്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അവർ ഒപ്പീനിയൻ അബൌട്ട് ദ മൂവി. അതെ, ഒപ്പീനിയൻ ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഫാമിലി വ്ളോഗേഴ്സ് ആണ് എന്നൊക്കെ ഉള്ള ഞങ്ങളുടെയൊക്കെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ ജസ്റ്റ് തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും മോനെ മെയിൽ അയക്കടാ. വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ മെയിൽ. വി ആർ വെയിറ്റിംഗ് അല്ലേ?
തോമസ് ജോർജ് 8082 അയക്കണം മോനെ മെയില്. ബൈ.